ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ. പ്ലസ് വൺ ഹിസ്റ്ററിയിലെ അഞ്ചാമത്തെ തീമായിട്ടുള്ള നാടോടി സാമ്രാജ്യങ്ങൾ, നൊമാഡിക് എംപയർ എന്നുള്ള പാഠഭാഗത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും മംഗോളിയൻ സാമ്രാജ്യത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. മധ്യേഷ്യയിലെ പുൽമേടുകളുണ്ടായിരുന്ന നിരവധി ഗോത്രങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് മംഗോളിയക്കാർ അല്ലെങ്കിൽ മംഗോളിയർ ജനത എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കേണ്ടത് എന്താണ് മംഗോളിയൻ ജനതയുടെ പ്രത്യേകത, ചെങ്കിഷ് ഖാൻ്റെ നിയമരീതി, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള പോയിൻറ്റ്സാണ് ഇത്. 13-14 നൂറ്റാണ്ടിൽ ചെങ്കിഷ് ഖാൻ്റെ നേതൃത്വത്തിലാണ് സാമ്രാജ്യം സ്ഥാപിച്ചത്. യൂറോപ്പിലും ഏഷ്യയിലുമെല്ലാം സാമ്രാജ്യം വ്യാപിച്ചു. ലളിതവും സങ്കീർണവും കുറഞ്ഞതുമായിട്ടുള്ള ഒരു സാമൂഹ്യ സാമ്പത്തിക ലോകമായിരുന്നു മംഗോളിയൻ. അതായത് ചിതറിക്കിടക്കുന്നൊരു സാമ്രാജ്യമായിരുന്നു. ഓക്കെ. ദെൻ മംഗോളിയൻ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള മികച്ച ഗ്രന്ഥമാണ് ഈഗോർ ദി റോച്ച് വിൽച്ചസിൻ്റെ ദ സീക്രട്ട് ഹിസ്റ്ററി ഓഫ് മംഗോൾസ് എന്നുള്ള ഗ്രന്ഥം എന്നാണ്. ഇതിൽ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, മംഗോളിയരിൽ വ്യത്യസ്ത ജനവിഭാഗവും ഗോത്രങ്ങളും ഉണ്ടായിരുന്നു. ടെറ്റാറ്, ഗിഡാന്, മഞ്ജുക്കൾ, ടർക്കിക് ഗോത്രങ്ങൾ. പുൽമോഡിയിലാണ് അവർ ജീവിച്ചിരുന്നത്. മംഗോളിയക്കാർ ഇടയരും വേട്ടയാടുന്ന വിഭാഗക്കാരായിരുന്നു. കൃഷി ചെയ്തിരുന്നില്ല. അവർക്ക് നഗരങ്ങളില്ലായിരുന്നു. ഛിന്ന ഭിന്നമായി കിടക്കുന്ന ആൾക്കാരായിരുന്നു. കൂടാരങ്ങൾ, ടെൻറ്റുകളിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. ഭക്ഷ്യക്ഷാമം ഉണ്ടാകുമ്പോൾ പുൽമേടുകൾക്കും വളർത്തുമൃഗങ്ങൾക്കും വേണ്ടി മംഗോളിയക്കാർക്കിടയിൽ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. ചൈനക്കാരുമായിട്ട് അവർ സംഘർഷം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ചെങ്കിഷ് ഖാനാണ് ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ. ചെങ്കിഷ് ഖാൻ്റെ ഭരണരീതി, ചെങ്കിഷ് ഖാൻ്റെ സൈനിക സംവിധാനം, ചെങ്കിഷ് ഖാൻ്റെ നിയമസംഹിത, ഇതൊക്കെയാണ്. ടൈമോജിൻ എന്നായിരുന്നു ചെങ്കിഷ് ഖാൻ്റെ. ഇത് വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ടൈമോജിൻ, അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു ഗോത്രത്തലവരായിരുന്നു. ടൈമോജിന് 12 വയസ്സായപ്പോൾ പിതാവ് കൊല്ലപ്പെടുകയാണ്. പിന്നീട് മാതാവാണ് അദ്ദേഹത്തെയും സഹോദരങ്ങളെയും ഒക്കെ നോക്കിയത്. ഒരു കാലത്ത് ഒരുപാട് പ്രതിസന്ധികൾ അദ്ദേഹം നേരിടേണ്ടി വന്നു. അദ്ദേഹത്തെ ഗോത്രവിഭാഗം തട്ടിക്കൊണ്ട് അടിമയൊക്കെ ആക്കിയിട്ടുണ്ട്. വിവാഹശേഷം ഭാര്യയെയും എതിർ ഗോത്രക്കാർ തട്ടിക്കൊണ്ടുപോയിരുന്നു. പരസ്പരം കലഹിച്ചു കൊണ്ടിരിക്കുന്ന മംഗോളിയൻ ജനതയെ കൂട്ടിയിണക്കി ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. മംഗോളിയക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി നമ്മുടെ ചെങ്കിഷ് ഖാൻ വളർന്നു എന്നാണ്. എതിരാളികളായിട്ടുള്ള മംഗോൾ ജനതയുടെ അദ്ദേഹം പരാജയപ്പെടുത്തി മറ്റുള്ളവരുമായി സമാധാനം സ്ഥാപിച്ചു. തുടർന്ന് ചൈന, അതുപോലെ തന്നെ ഖോറസം, റഷ്യ, അഫ്ഗാനിസ്ഥാൻ, പേർഷ്യ, സിന്ധ് എന്നിവയെല്ലാം അദ്ദേഹം കീഴടക്കിയിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയും ജ്യോതിഷികളുടെ പ്രവചനങ്ങളും ജ്യോതിഷത്തിലൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ ആക്രമിക്കുന്ന പരിപാടിയിൽ നിന്ന് അദ്ദേഹം പിന്തിരിഞ്ഞാണ്. ഭരണത്തിലും സൈന്യത്തിലെല്ലാം വംശീയ മതവിഭാഗത്തെയും എല്ലാ മതങ്ങളെയും എല്ലാ വംശത്തെയും അദ്ദേഹം ഉൾപ്പെടുത്തി ഒരു ഐക്യം രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ. 1227 വരെ അദ്ദേഹം ജീവിച്ചിരുന്നതാണ്. ശാന്ത സമുദ്രം വരെ അദ്ദേഹം, സമുദ്രം മുതൽ നിപ്പർ നദി വരെ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. ഇതിൽ മംഗോളിയൻ സാമൂഹിക രാഷ്ട്രീയ സംവിധാനം, ഇതാണ് എസ് എ ക്വസ്റ്റ്യനായിട്ട് കണ്ടിട്ടുള്ളത്. അതിൽ അവരുടെ സൈനിക സംവിധാനം ചിലപ്പോൾ ഷോർട്ട് എസ്സേ ചോദിക്കാം. അതുപോലെ തന്നെ ഇതിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ കൊറിയർ സംവിധാനം ചോദിക്കാറുണ്ട്. എന്താണ് അദ്ദേഹത്തിൻ്റെ നിയമസംഹിത ചോദിക്കാറുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൽ ചോദിക്കുന്ന ചോദ്യങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സൈനിക സംവിധാനം നോക്കുകയാണെങ്കിൽ മംഗോളിയരെ എല്ലാ പുരുഷന്മാരെയും ആയുധാഭ്യാസം പരിശീലിപ്പിച്ചിരുന്നു. അവർ സേനയായിട്ട് പ്രവർത്തിച്ചിരുന്നു. പുൽമേടുകളിൽ പോരാട്ട പാരമ്പര്യം ചെങ്കിഷ് ഖാന് മാറ്റങ്ങൾ വരുത്തിയിരുന്നു. പരസ്പരം ഗോത്രങ്ങൾ തമ്മിൽ യുദ്ധങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞു. പുതിയ യുദ്ധമുറകളും സൈനിക തന്ത്രങ്ങളും അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുണ്ട്. ചെങ്കിഷ് ഖാൻ്റെ സൈനിക സംവിധാനത്തെ താമ എന്നാണ് അറിയപ്പെടുന്നത്. ഇമ്പോർട്ടൻ്റാണ്, താമ എന്നാണ് അറിയപ്പെടുന്നത്. ദശാംശ സമ്പ്രദായത്തിലുള്ള സൈന്യമാണ്. 10ൻ്റെ ഗുണിതങ്ങൾ 10, 100, 1000, 10,000 ഇങ്ങനെയുള്ള ഒരു കൂട്ടമായിരുന്നു സൈന്യത്തിന്. വ്യത്യസ്ത ഗോത്രങ്ങളെയും അതുപോലെ തന്നെ വിഭാഗങ്ങളെയും ഒക്കെ ഒരു സൈനിക യൂണിറ്റിൽ ഉൾപ്പെടുത്തിയെന്നാണ്. ഈ മംഗോളിയക്കാരെല്ലാവരും കുതിരയോട്ടത്തിൽ നമ്മൾ പറഞ്ഞ അശ്വരൂഢന്മാരായിട്ടുള്ളതാണ്.
കാരണം കുതിരപ്പുറത്ത് അതിവേഗം വെടിയുതിർക്കാൻ അദ്ദേഹത്തിൻ്റെ കുതിരപ്പടയാളികൾക്ക് സാധിച്ചിരുന്നു. അതുപോലെ തന്നെ മഞ്ഞുകാലത്തും കുതിര പടയാളികൾ തണുത്തുറഞ്ഞ് കിടക്കുന്ന നദികളുടെ മുകളിലൂടെയൊക്കെ കുറുകെ പാഞ്ഞിരുന്നു എന്നൊക്കെയുള്ളതാണ്. ചാരന്മാരുണ്ടായിരുന്നു. ഓക്കെ, ദെൻ അദ്ദേഹത്തിൻ്റെ ക്യൂരിൽതായ്, അതായത് മംഗോളിയൻ ഗോത്ര സഭയാണ്, പ്രതിനിധി സഭയാണ് ക്യൂരിൽതായ് എന്ന് പറയുന്നത്. 1206 അസംബ്ലി ടെമൂജിൻ മംഗോളിയയിലെ മഹാനായ ഖാൻ ചെങ്കിസ് ഖാന് ഇതായിട്ട്. ദെൻ ഓഷ്യാനിക് ഖാൻ, ചെങ്കിസ് ഖാൻ എന്ന പേരുകൾ അദ്ദേഹത്തിന് നൽകിയിരുന്നു. ഖാൻ എന്ന പദത്തിൻ്റെ അർത്ഥം നേതാവ് എന്നർത്ഥം. ദെൻ യാമ സിസ്റ്റം, നമുക്കറിയാം മംഗോളിയക്കാർ വിഭജിച്ച് കിടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള ആശയവിനിമയത്തിന് വേണ്ടിയിട്ടാണ് യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ചെങ്കിസ് ഖാൻ നടപ്പിലാക്കിയ തപാൽ സമ്പ്രദായമാണ് ഏറ്റവും മികച്ച സംഭാവനയായിരുന്നു യാം. തപാൽ ഓഫീസുകൾ, കാവൽപ്പുരകൾ, സന്ദേശവാഹകർ, കുതിരകൾ എന്നിവയെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. സാമ്രാജ്യത്തിലെ വിദൂര ദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്നത് യാമിന് കഴിഞ്ഞു എന്നാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകതയാണ് യാസ. ചെങ്കിസ് ഖാൻ്റെ നിയമസംഹിതയാണ് യാസ എന്നറിയപ്പെടുന്നത്. ഭരണപരമായിട്ടുള്ള നിയന്ത്രണങ്ങൾ, നായാട്ട്, സൈന്യം, തപാൽ എന്നിവയെ സംബന്ധിച്ചൊക്കെ കൽപ്പനകളും ഉത്തരവുകളുമാണ് യാസയിലുണ്ടായിരുന്നത്. കുടിപ്പക, വ്യഭിചാരം, മോഷണം, കള്ളശാഖ, സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോലെ ഇതെല്ലാം നിരോധിച്ചിരുന്നു. പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് യാസയിൽ വലിയ പ്രാധാന്യം നൽകി നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ക്യൂരിൽതായിൽ വെച്ചിട്ടാണ് യാസ പ്രഖ്യാപിക്കപ്പെട്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ്. ഇതൊക്കെയാണ് നിങ്ങൾ നോക്കി പോകേണ്ടത്. 6 മാർക്കാണ് ഈ പാഠത്തുനിന്ന് ചോദിക്കുന്ന ചോദ്യം.